സുഖസുന്ദരയിക്കണ് ഗൈസ്, നല്ല സുഖമുണ്ട്. ഞാൻ പറയുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം മണ്ണ്. കഴിഞ്ഞ നോമ്പിന് ഉമ്മാന്റെ കാലും മൂലൊക്കെ, ഈ നോമ്പിന് ഇന്റെ കാലും മൂലൊക്കെ ചേന എങ്ങനെയാണ് കാരം അതേപോലെയാണ് എന്റെ കൈയിന്റെ അടി. അതാണ് ഈ തയമ്പില്ല ഭാഗം മുഴുവനും ഈ കട്ടിയില്ല ഭാഗം മുഴുവനും പോയി. ചെത്തിയാണ് പോയിക്കണേ, ഒരദ്യാണ് പോയിക്കണേ. അസ്സലാമലൈക്കും ഗൈസ്, ഞാൻ എൻ്റെ കൈ ഒന്ന് കെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കയ്യോ അതേപോലെ കാലൊന്ന് ഡ്രസ്സ് ചെയ്യണം. 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രസ്സ് ചെയ്യണം എന്നാ പറഞ്ഞേനെ. അപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. 2 ആളും മാറ്റി ഒരുങ്ങിയാണ്ടൊക്കെ വന്നിക്കണ്. ഒരു സംഭവം നടക്കുമ്പോൾ എല്ലാവരും ആണല്ലോ അല്ലേ മാമ? അത് വേണ്ടി വരും അല്ലേ, എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുമ്പോൾ ആരെയൊക്കെ കാണല്ലോ. പിന്നെ ഗൈസ് കുറേ ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ മുടി എന്താ വെട്ടാത്ത, എൻ്റെ മുടി എന്താ വെട്ടാത്ത, എനിക്കൊന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടിയാണ്ട് ഒതുക്കി നടന്നുടനെ. എനിക്കിപ്പോൾ വെട്ടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഒരു വർക്ക് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മുടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് വെട്ടാൻ വെച്ചത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് മുടി വെട്ടങ്ങ എന്താ വെച്ചാൽ മുടി വെട്ടാൻ നടക്കണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. എനിക്കൊരു വർക്ക് ഉണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വെട്ടു. എനിക്കിപ്പം വെട്ടാൻ പറ്റാത്തൊരു ഇതാണ്, അതിന് മുടി വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെട്ടാതെ ഇങ്ങനെ വെച്ചല്ലേ അമ്മ? അതെ, കണ്ടറിഞ്ഞ് അംഗീകരിക്കാം. അപ്പം എന്താണ് നുള്ളിപ്പൊറുക്കിക്കണ്? എനിക്കും അതന്നെ പറയാല്ലേ ഗൈസ്, ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോട്ടെ. മുന്നേ വന്നിട്ടോ, മുന്നേ വന്നോണ്ട് വണ്ടി ഓടിക്കാൻ ഒരാളെ ഇതാക്കണം. മുന്നേ ആക്കണം, അവിടെ താഴെ വണ്ടി അവിടെ വെച്ചാണ് നിൽക്കുന്നുണ്ട്. ഇതാക്കണ് അവിടെയാണ് വണ്ടി. അപ്പം വന്നോണ്ട് കഴിച്ചില്ലേ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് ഞാൻ പിടിച്ച് തിരിച്ചിൻ്റെ കയ്യൊക്കെ ഒരു പരിവാവും. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഓണ്ടല്ലോ, മോട്ടറിലധികം ഓണ്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അവിടെ ചെന്നാണ്ട് കയ്യൊക്കെ ഒന്ന് കെട്ടട്ടെ, എന്നിട്ട് കെട്ടിയിട്ട് വരാം. ഗൈസ്, മുന്നാക്കനോട് വന്ന് നിൽക്കണേ. മുന്നേ നല്ലൊരു എടുത്താണ്, നല്ല ഇതിലെടുത്തിട്ടില്ല. നല്ലൊരു ഡ്രൈവറെ തപ്പിയെടുക്കണം, ആളെ കിട്ടി എന്തായാലും. പിന്നെ ചോദിക്കണ്ടാവും നിങ്ങള് എന്താണ് എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് എന്തിനാ എൻ്റെ ഡ്രസ്സ് കൈ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാ എല്ലാവരും കൂടി പോകണമെന്ന് ചോദിക്കണ്ടാവും. സംഭവം വേറെ ഒന്നിനല്ല, പൂർണ്ണയ്ക്ക് ഞങ്ങൾക്ക് വേറൊരു വീഡിയോ കൂടി എടുക്കാനുണ്ട്. അപ്പം അതിനെല്ലാവരും വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി നുള്ളി പൊറിക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ഇനി അത് വിചാരിച്ചാണ്ട് ഇതാക്കില്ലേ അല്ലേ? പോലെ മുന്നേ ഓക്കെ പോലെ മാമ. എങ്ങനെ മാമ അന്നേരം അതാണ് പറഞ്ഞേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പോന്നിക്കണേ. അപ്പൊ നീ പോയോക്കട്ടെ. പിന്നടാ ഗൈസ്, ഇവിടെ ഹോസ്പിറ്റലിൽ അവിടെ എത്തി. ഞാനും മുന്നിൽ പോയോക്കട്ടെ. അമ്മ അവിടെ നിന്നോട്ടെ. എന്ത് മീന? ആയിക്കോട്ടെ. അല്ല മറ്റേ എൻ്റെ അടുത്തുണ്ട് പൈസ, അത് ഞാൻ അമ്മേൻ്റെ അടുത്ത് മീൻ വാങ്ങാനാകുമ്പോൾ ഞാൻ പറയാം. അത് കെട്ടിയിട്ട് നമുക്ക് വാങ്ങാം. നിങ്ങളിവിടെ ഇരുന്നോ കേട്ടോ. ഞാൻ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് കെട്ടട്ടെ. മുന്നേ കമോൺ, ബോഡി ഗാർഡ് ഇട്ട് ഒരാൾ വേണം എന്നെ പിടിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ കരയും. മുന്നേ എന്താ പറയാണ്ട് എനിക്കിത് കണ്ടിട്ട് എന്ത് ചെയ്യാനാടാ, ഒരു കഷ്ടകാലം. മീ കത്രിക എടാ ഹോട്ടലുണ്ടാ എൻ്റെ പൊന്നോ. അപ്പൊ ഇപ്പൊ ഒരു കരച്ചിലാണ് മുന്നേ. ഓ എൻ്റെ അളിയ, അതവിടെ നിന്നോട്ടെ. ഞാൻ പറയുമ്പോൾ എടുക്കണം നിർബന്ധമുണ്ട്. പറഞ്ഞിട്ടെന്താ കാര്യം, വേദനക്ക് എന്ത് യൂട്യൂബർ. നോക്കണ്ട എന്ത് വേദന മുന്നേ. കുഞ്ഞാടിയപ്പോ അത്രക്ക് വേദനല്ലേ എന്റെ മുന്നേ. ഞാൻ പറയുമ്പോ ഇജിന്റെ ഒപ്പം ആണഞ്ഞടാ. വേറൊന്നും പറ്റില്ല. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഈ 3 ഇതില്ലേ ഇതിങ്ങനെ കടിക്കാം. ഞാനോട് പറഞ്ഞല്ലേ ഞാൻ വരുന്നില്ലാതെ. മപ്പളും പറഞ്ഞ പോണ്ടാന്ന് വാക്ക് കേൾക്കാതെ പോയതാ. സുഖസുന്ദരയിക്കണ് ഗൈസ്, നല്ല സുഖമുണ്ട്. ഞാൻ പറയുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം മണ്ണ്. അത് വയനാട് നല്ല സ്ഥലമാണ്. നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ നീലഗിരി ഭാഗം, ഏലത്തോട്ടത്തിന്റെ സ്മെല്ല്, കൂട്ടത്തിലൊരു പുലി. സത്യം ഗൈസ്, നിങ്ങളോട് പറയാൻ മറന്നു. ഇന്നലെ ഞങ്ങൾ ആ കൊയിഞ്ഞടിയാണ്ട് അവിടുന്ന് ഏകദേശം ഒരു 300 മീറ്റർ
കൊയിഞ്ഞാടിയിട്ട് നീച്ചാണ്ട് ഒരു 300 മീറ്റർ ഞങ്ങൾ പോയപ്പോഴത്തേനുണ്ട് അവിടെ സൈഡിലുണ്ട് ഒരു കരിമ്പുലി അട്ടപ്പാതിരക്ക് പടച്ചനെ പേടിച്ച് പക്ഷെ ഒന്നും കാട്ടിയില്ല. ഇതുമ്മ ചുറ്റണ്ട. ഹായ് 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 ആ ഓക്കെ ഓക്കെ മാസ്ക് ഇട്ട് ഞാൻ ആളറിയില്ല പറഞ്ഞിട്ടാണ് കൈയൊക്കെ തന്ന്. ഗൈസ് ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞു. നൊണ്ടി കൊക്കി ചാടിയാണ്ട് ഞാൻ ഇവിടെ എത്തി. പോവല്ലെന്നാ ഓ എന്ത് വേനറിയോ ഇതാ കയ്യാൻ കെട്ടിയിട്ടില്ല, കാല് മാത്രം കെട്ടിയിട്ടുള്ളൂ. കാലുമേണ് കുറച്ച് വലിയ മുറി. എല്ലാം തട്ടാൻ നോക്കണം. ഗൈസ് നീ നേരെ മീൻ വാങ്ങാണ്ട് പോണേക്ക് മീനും കൂടി വാങ്ങിട്ട് ഇനി വേറെ പെരി പോവാ. അതിന്റെ മീൻ വാങ്ങിട്ട് അങ്ങനെ പോവാ. ഏതാ മീനേതാണ്ടിയ മീനേതല്ലേ പേതല അയില് ചെമ്പാന് സൂത അയില് വാങ്ങണ്ടേ 100 രൂപ വാങ്ങണ്ടേ ഒരു 100 രൂപയ്ക്ക് അയിലെടുത്തല്ലേ. മീൻ ഉണ്ട് ഇവിടെ, മീൻ വാങ്ങാൻ നിർത്തിക്കാണ്. കൂട്ടാൻ വെക്കാനൊന്നുമില്ല. അപ്പം അയില വാങ്ങട്ടെ, അയിലെങ്കിൽ അയില. അതല്ല കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറില്ല. സാമ്പാർ കറിയല്ലേ? അത് ശരി. ഞാൻ ഉദ്ദേശിച്ചത് നോൺ വെജ് ആയിട്ട് എന്തേലും വേണ്ടെന്ന് ഉദ്ദേശിച്ചത്. അത് ശരി. മുന്നേ ജിമ്മ് പോണോണ്ടാണ് തടി. ആ അതാണ് ഫാറ്റ് ലിവർ. എനിക്ക് മാത്രം എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഒന്നും വരുന്നില്ല. ഞാൻ തരുന്ന എല്ലാ സാധനങ്ങളും ഇപ്പം അതിനെ പറഞ്ഞേ. എന്നിട്ട് ഇച്ച് മഞ്ഞപ്പിത്തം ഒന്നും ചെയ്തു ഓർക്കൊന്നും ഒന്നും ചെയ്തില്ല. എന്തല്ലേ ഗതികേട് വരാത്തവർക്ക് വരണ്ടാണല്ലേ. മീൻ വേണ്ടേ ഞാൻ നേരെ പരിപ്പോ പൈപ്പില്ല ഭാഗ്യത്തിന്. ഇല്ലല്ലോ ചോരൊന്നുമില്ല. ഓ മുറി കുറച്ചിതായിന് പച്ചമുറി ഒട്ടി നിക്കണത് അത് ഒട്ടി നിക്കണി മുറിമേ പണ്ടാറടങ്ങായിട്ട് എന്ത് വേണം. അതൊക്കെ അവിടുന്ന് തന്നെ തുടച്ചാണ്. അന്ന് ഞങ്ങൾ കൊഞ്ഞാടി അന്ന് തന്നെ തുടച്ചാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. സൂചി വെച്ചിട്ടില്ലേ മേ എന്തിനാ സൂചി അതിനെ മുറിയൊക്കെ സഹിച്ച സൂചി വെച്ചാണെങ്കിൽ ഞാൻ വേനും കൂടി സഹിച്ചാണ് നടക്കൂല. അങ്ങനെ വേറെ വേഗം മാറുന്നുണ്ടെങ്കിൽ വേണ്ട. നല്ല അയില വാങ്ങിക്കണേ. ഇനി നേരെ പെരി ചെന്നാണ്ട് കൂട്ടാൻ വെക്ക. ഓക്കെ 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 സീറ്റ് ബെൽറ്റ് അല്ലേ കാലോ എന്റെ ഇവിടെ തന്നെ വെച്ചിക്കണേ. നേരെ പെരി പോട്ടെ. അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പെരിയിലെത്തി. ടൈം ഏകദേശം ഒരു വൈകുന്നേരം ടൈം ആയിട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ച് വേദന കൂടിയെന്ന്. കാരണം കെട്ടിക്കഴിഞ്ഞപ്പോ ഒന്ന് വലിയുണ്ടോ തോന്നുന്നു. ടൈറ്റ് ആക്കിയിട്ടല്ലേ അതല്ലേ എന്തറിയോ മുറി ആ ഓയിൽമെന്റ് ഇപ്പൊ ഒന്ന് ഇതായി വരുന്നുണ്ടോ പിടിച്ച് വരുന്നുണ്ടോ തോന്നണേ. എന്നിട്ട് ചെറിയൊരു വേദന വായിക്കുന്നുണ്ട്. ചെറുതല്ല അത്യാവശ്യത്തിന് കുത്തി പറിച്ച നല്ലോ കുത്തി പറിച്ച അതിന്റെ ഇതാക്കിയല്ലേ ചെലപ്പോ നമ്മള് എന്ത് അത് കഴിഞ്ഞിട്ടല്ലേ പിറ്റേ ദിവസം വലിച്ചെലിഞ്ഞ് ഉണക്കാൻ വരുമ്പോ വലിഞ്ഞ് ഭയങ്കര സഞ്ചാരം പിടിച്ച വേദന. അപ്പോൾ അഞ്ഞാണ് വരാൻ കിടക്കണേ. വരുന്നതൊന്നും അല്ല വേദന ഞാൻ വരാൻ കെട്ട് കഴിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ അപ്പൊ കയ്യമ്മത്തെ കഴിച്ചിട്ടിരിക്കണേ. നോക്കട്ടെ എന്തായാലും ഗൈസ്. ഇപ്പൊ നമ്മള് വന്നിട്ട് ഇപ്പൊ ആക്കണേ അരി തീമിടല്ലേ അമ്മ. അരിയല്ല വെള്ളം ചൂടാക്കാൻ വെക്കല്ലേ. ഇനി നമുക്ക് അരി ഇതാക്കണം, അരി തീമറണം. പിന്നെ നമ്മൾ ഇന്നത്തെ രാത്രിക്കത്തെ കൂട്ടാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാക്കണടെ എന്താണ് മീനില്ലേ അയില മീൻ വാങ്ങിക്കണ്. അങ്ങനെയുണ്ടോ നല്ല മസാല ഇതൊക്കെ തേച്ചാണ്ട് വെച്ചാണ്. ഇത് ഇങ്ങോട്ട് കൂട്ടാണ്ട് തിന്നാണ്ടല്ലോ അല്ലേ അടിപൊളിയാവും. കറി വെക്കണ പൊരിച്ചത് കറി എന്താ അല്ലേ സാമ്പാറുണ്ടോ? സാമ്പാറിന് കറി അപ്പൊ സാമ്പാറിന് അപ്പൊ കറി സാമ്പാർ മതി. നമുക്ക് പൊരിച്ച് തിന്നാനൊക്കെ എന്തെങ്കിലും വേണ്ടേ? അയിലൊക്കെ നല്ല ടേസ്റ്റാ. എന്താണ് ഈ വലിച്ചെറിയണ്? ശരി ഇവിടുന്ന് ചാടിയാട്ടെ കാമയിലൊട്ടിയാണ് ചാടിയാ. ഇപ്പൊ പൊരിച്ചാണോ? വേണ്ടല്ലോ നമുക്ക് അപ്പൊ ചൂടോടുക്ക് തിന്നാ പോരെ ഒരു മീഡിയം ചൂടില് അല്ലേ? കുറച്ചൊക്കെ കണ്ട് രാത്രി ആയിക്കോട്ടെ, ഒരു 7 മണി 7 ആയിക്കോട്ടെ. അതല്ലേ നല്ലത്. അപ്പത്തിന് എന്നാ വെള്ളം ചൂടായിട്ട് അരി തീമിടും ചെയ്യാലോ. ആ ടൈം കൊണ്ടൊന്ന് അതാക്കാം. പറകുണ്ടോ നമുക്ക്? എവിടെ ചാടന അപ്പ പൊറുക്കിക്കൊണ്ടല്ല. പിന്നെ ഇവിടെ ഒരു വറുകട്ടി ഉണ്ടല്ലോ അല്ലേ? ഈ കാണുന്നൊരു വറുകട്ടിയാണ്. എങ്ങനെ എന്ത് നോമ്പുകൾക്കോ? നോമ്പാണല്ലേ പറയും പോലെ ഇരുന്ന്. നോമ്പ് എന്നാ 20-ാം തീയതി അതോ
ഇന്നിപ്പോ എത്ര ആളൊന്നാം തീയല്ലേ? ആണോ? നാളെ 1 തീയതിയില്ലേ? എന്തൊക്കെ പണിയെടുക്കണേ? പെരൊന്ന് അടിച്ചു ഒന്ന് സെറ്റാക്കി എടുക്കണല്ലേ? മൊത്തം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. പല പരിപാടി ഉണ്ട്. വറക് കൊണ്ടുവരണം. കഴിഞ്ഞ നോമ്പിന് ഉമ്മാന്റെ കാലും മൂലക്കെ, ഈ നോമ്പിന് ഇന്റെ കാലും മൂലക്കെ. ഒരു കാലും ഒരു കയ്യും മൂലൊക്കെ പത്തുക. ബാക്കിയോട് പണിയെടുക്കല്ലേ? കഴിഞ്ഞ നോമ്പിന് പകുതി ആയപ്പോ ഇന്റെ മറ്റേതും ഉണ്ടായിനി. ഉമ്മാന്റെ ബാക്കില് ഞാനും. ഇനി എനിക്ക് എല്ലാ കൊല്ലം എന്തെങ്കിലും ആയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടാക്കല്ല. എന്ത് ചിരി? അല്ല ഞാൻ കൊറേ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങോട്ട് പോകുമ്പോഴും ഷൂ ഇടണ അന്ന് ഷൂ ഇടാ. അതാണ് ഞാൻ പറഞ്ഞതേ. ഏത്? മുറി ആവണ്ടല്ലേ? ഷൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കാല് സേഫ് ആണ് ഗൈസ്. ഷൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കാല് സേഫ് ആണ്. അതിന്റെ ഉള്ളനടി എന്താ ഇങ്ങനെ? ചേന ചെത്തിയാ കഴിക്കണേ. ഒരുമണി ഞാൻ തേച്ചുണ്ട്. ചേന ചെത്തിയാലേ എങ്ങനെയാണ് ഈ കാരം അതേപോലെയാണ് എന്റെ കൈയിന്റെ അടി. അതാണ് ഈ തയമ്പില്ല ഭാഗം മുഴുവനും ഈ കട്ടിയില്ല ഭാഗം മുഴുവനും പോയി. ചെത്തിയാണ് പോയിക്കണേ. ഒരദ്യാണ് പോയിക്കണേ. കാണാൻ പറ്റാത്തത്. മമ്മാക്ക് പറഞ്ഞിട്ട് പൊളിച്ചണം. അപ്പൊ അനുഭവിച്ച് എന്റെ അവസ്ഥ എന്താക്കിയാലോ? നടക്കാനും പറ്റുക ഗൈസ്. ഒരു കൊക്കിയാണൊക്കെ നടക്കണേ. ഇമ്മാക്കണ വറക് നമ്മളെ വറകട്ടിന്റെ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പോയിക്കണ്. അതെടുത്ത് കൊണ്ടുവന്നിട്ട് ഇനി വെള്ളം തീമക്കട്ടല്ലേ അമ്മ? വെള്ളം തീമച്ചൂലേ? എന്നാ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അരിയൊക്കെ കഴുകാനൊക്കെ ഉണ്ട്. മെല്ലെ മെല്ലെ ഓരോ പണികൾ നമുക്ക് എടുക്കാം. ഞാൻ നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായി കുളിച്ച് മാറ്റിയാണ് അവിടെ കുത്തിരിക്കാണ്. മമ്മ കുളിച്ചോ? അത് ശരി. ഉമ്മേ അരി ഇട്ടിട്ട് വേണം. അരി ഇടാൻ വേണ്ടി നിൽക്കാണ്. അരിയോടെ റേഷൻ അരി അല്ലേ? ഡിയോ? അതാ ഞാൻ ഈ മുടി വളർത്തിയിട്ട് മമ്മാക്കിന്റെ ഒരു പെണ്ണായി തോന്നുന്നുണ്ടോ? അത് ശരി. എന്നാ അയക്കിട്ടോളി. ആണോ? എന്നാ മമ്മ ഗ്യാസ് എത്തിച്ചോളി. നാ ടൈമുണ്ട്. എന്നാ അതിട്ടല്ലോ. ഇത് അരി ഇട്ടില്ലേ? അരി ഇട്ടു ഗൈസ്. എത്ര ടൈം എടുക്കും റേഷൻ അരി അവന്? 1/2 മണിക്കൂർ ഉണ്ടാവൂലേ? മമ്മ ആക്കണേ. ഇതിലാ ചൂടിന് പൊരിച്ചണ്. അതില് പൊരിച്ചോളി. പിന്നേതാ? അതോ വലിയ ചട്ടിയിലോ? അതില് ഇതായിക്കണേ. ഇതിലെത്ര കൊള്ളും? 10 കൊള്ളു? ഒരു 5-8 കൊള്ളുവല്ലേ? ഒക്കെ പൊരിച്ചില്ല. നാളേക്കൊക്കെ ഉണ്ടോ? ശരിയാ. ഉമ്മ പോയാണ്ടപ്പോ നിസ്കരിച്ചോളി. ലീച്ച് പൊരിച്ചാണ്. ഉമ്മ എന്താ അയിലന്റെ കാര്യം എന്താ പറഞ്ഞല്ലോ? ഒറ്റയടിക്ക് പൊരിച്ചാൻ പാടില്ലെന്നോ? ഞാൻ ഒറ്റയ്ക്ക് പാടില്ല. അല്ല അങ്ങനല്ല. ഒറ്റയടിക്ക് മമ്മ പറഞ്ഞില്ലേ കൊറേ നേരം നിന്നിട്ട്? ആണോ? അയില അല്ലേ? മറ്റേത് ഒറ്റയടിക്ക് കത്തി അതിന്റെ ഉള്ളൊന്നും ബന്ധം ശരിയാവില്ല. തോന്നുകയാണല്ലേ? തോന്നലാണല്ലേ? അപ്പൊ ഉറപ്പൊന്നുമില്ല. ഒക്കൂല. അത് ശരിയാ. മമ്മമാന്റെ ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മമ്മാന്റെ വിശ്വാസം മമ്മാനെ കാക്കട്ടെ. ചട്ടി വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് എന്താ വാഷിംഗ് മെഷീനിൽ എന്താ ഡ്രസ്സാണ് തിരുമ്പാട്ടിക്ക? അതാണ് ആ ചീമ്പിളില്ലേ? മീൻ എനിക്കൊരു 3-4 ഉണ്ടായിക്കോട്ടെ. വെറുതെ പറഞ്ഞാട്ടെ ഗൈസ്. ആകെ ഒരു 4-5 ഇപ്പൊ പൊരിച്ചുള്ളൂ. അതെ നമ്മളാകെ 4 ആൾക്കാരുള്ളൂ. അല്ല 4 ആൾക്കാരല്ല 3 ആൾക്കാരുള്ളൂ അല്ലേ? ഒരാളെ കാര്യം മറന്നു. ഒരാൾ ഇവിടെ ഇല്ലല്ലോ. നാളെ മറ്റന്നാളൊക്കെ എത്തുള്ളൂ. ശരി അത് മതി. നിങ്ങൾക്കും വേണ്ടേ? ഞാൻ മാത്രമേ തിന്നണുള്ളൂ. 1 2 3 4 5 6 ഉണ്ട്. 6 7 സോറി. ഒരു കഷ്ടം ഇട്ടളി. 8 പൊരിച്ചല്ലേ? ബാക്കി എടുത്തേക്ക. ബാക്കി പറയാനുണ്ടോ? ഉണ്ടല്ലേ? മുട്ടൊക്കെ ഉണ്ടല്ലേ? അതിലെന്നെ മുട്ട അത് വേണോ? അത് പിന്നെ കാല് അതായത് കുളിച്ച് കഴിഞ്ഞു കാലൊക്കെ ഒന്ന് തുടച്ച് താക്കട്ടെ. എന്നിട്ടൊന്നും നിസ്കരിച്ചിട്ട് ഞാൻ നിസ്കരിച്ചിട്ടില്ല. ആ ടൈം കൊണ്ട് എന്നാ അയില പൊരിയും കഴിയട്ടില്ല. ആണോ? അത് ആക്കം പോലെ വേവട്ടില്ല. അടച്ചേക്കണ്ട. ഓക്കെ ഗൈസ്, ഇതെന്തായാലും ഒന്ന് ആവട്ടെ. അപ്പത്തിന് ഞാൻ പോയി കണ്ണുക്ക് തീർച്ചോ. അപ്പത്തിന് ഞാൻ പോയാണൊന്ന് നിസ്കരിച്ചട്ടെ. നൊണ്ടിയാണെന്നുണ്ടെങ്കിലും സംഗതി സെറ്റ് ആവട്ടെ.
ഉമ്മാക്ക് നിസ്കാരം തുടങ്ങി. ഉമ്മാനെ കാണാനല്ലോ, ബാക്കിലല്ലേ? മുന്നത്തെ വാതിൽ ചാരിട്ടോ. ആ ഓക്കെ. ഇത് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഗൈസ്, മുൻപത്തെ വാതിലും അതേപോലെ ബാക്കത്തെ വാതിലും അടച്ചിടണമെന്ന്. അപ്പൊ നമ്മള് അത് മാനിച്ചാണ് അടച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും നിസ്കാരം കഴിയട്ടെ. നിസ്കാരമൊക്കെ കഴിഞ്ഞു ഗൈസ്. അതാ ഞാൻ ഇവിടെ നിന്നാണ് നോക്കൂത്തിയാ. ആണോ? ആ കടലേ? ആ അവിടെ ചെളി പൊട്ടുകടലേ വറുത്തുന്നാ വേണ്ടിട്ടോ. കണ്ണൊക്കെ പുറത്തേക്ക് നിൽക്കാം മീനിന്റെ. ഇത് അത് ചോറ് കുട്ടിക്കല്. ആണോ? രസം ഉണ്ടാവോ? ആണോ? നമുക്ക് ഉണ്ടാക്കാം, നാളെ ഉണ്ടാക്കാം. നോക്കട്ടെ ഇൻഷാ അള്ളാ. ചോറ് പറ്റിയില്ലേ? ചോറ് അടുപ്പത്തുനിന്ന് മാറ്റി ഞാനും വരാം. മീൻ തിരിച്ചിടാ? മീൻ തിരിച്ചിടോട്ടെ. നല്ലോണം വന്നോട്ടെ മമ്മ, നല്ലോണം മൊരിയട്ടെ. വേഗം വെക്കാൻ പറ്റില്ല. ആ ഇതപ്പോ ആരെങ്കിലും ചോറുണ്ടോ ചോദിച്ച് വന്നാൽ മാതിരി ഓക്കെ. അങ്ങനെ ചോറ് കുറച്ചുണ്ട് നമുക്ക് നല്ലുണ്ട്. ഇതിലുണ്ട് ഗൈസ് കുറച്ച് ചോറുണ്ട്. ഇതിലോ അതില് ശരിയാവൂല. പെട്ടെന്ന് ആരെയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾക്ക് ചോറ് പിന്നെ അപ്പം പിടിച്ചുണ്ടാക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. നല്ല മണം വരുന്നുട്ടോ നമ്മളെ അയില പൊരിച്ചിന്റെ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെ ഗൈസ് അവിടെ ബെർജോറും കൂടി തിന്നണേ? കൊതിപ്പിച്ചണില്ല ഞാൻ പറഞ്ഞല്ലേ അല്ലേ ഗൈസ്? നിങ്ങൾക്ക് സങ്കടമായോ? ഈ ചോറുണ്ട്. ആ നോക്കട്ടെ. ചെലപ്പോ ഞാനൊക്കെ രാത്രി നീച്ചാണ്ട് ഒന്നുകൂടി തിന്നു. തിരിച്ചിട്ടില്ലേ? നല്ലോണം കേട്ടോ. ഉള്ളൊന്നും ഒന്നും ആയിട്ടില്ലല്ലേ? 1 മണിക്കൂറൊക്കെ എടുക്കോ? ആ അങ്ങനെ. എന്തായാലും അതാവട്ടെ, മീനാവട്ടെ, അപ്പത്തിനാക്കണം. ഇവിടെ എന്തിനാ ഈ ചട്ടി വെച്ചേ? കടല വറുത്തേക്കാൻ വേണ്ടിട്ടല്ലേ? കടല എടുത്തു. അപ്പൊ പിന്നെ ബത്തപ്പാട് ബേജാറ് ചേർന്നിട്ടെ നോക്കട്ടെ. സോപ്പല്ലേ? സോപ്പ് ചെയ്യാൻ വരുമ്പോ പൊട്ടുകടല ഞാൻ വിളിക്കാം. അങ്ങനെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പോകുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അമ്മ പുറത്ത് വരുമ്പോ എന്തെങ്കിലും വാങ്ങിട്ട് വേണ്ടതന്നെ. ഇങ്ങനെ വെറുതെ നല്ല ഇഷ്ടമാണ്. എന്തോ കൈ വളണ്ട ഞൈമ പിടിച്ച് തൊട്ടിട്ട് അങ്ങനെ കടന്നോട്ടെ. കടന്നോട്ടെ. അത് ശരിക്കും മണലിട്ടാക്കണേ. കടക്കാരൊക്കെ മണലിട്ടാക്കണേ. ഞാൻ കണ്ടിക്കണേ. ആണോ? നമുക്ക് അർജന്റൊന്നുമില്ലല്ലോ. ആ ഇല്ല. ആയിപ്പോരല്ലേ മമ്മ? സാവധാനം ആയാ മതില്ലേ? എന്തേ പാല് കൊടുത്തിട്ടേ കുടിച്ചല്ല അപ്പൊ ചെറിഞ്ഞു എടുത്തോണ്ട് പൂച്ച കുടിക്കില്ലേ? പാവതാ എവിടെ പോയി കഴിഞ്ഞ ആ കോഴിക്കളെ നെറ്റിന്റെ മേലെ കടന്നു പറഞ്ഞിട്ടുണ്ട്. പൂച്ചക്കുട്ടിയോ? നമ്മളെ തത്തനെ വളർത്താൻ എന്താണാവോ? എവിടെയാണോ നമ്മളെ? അതിന് നല്ല ബുദ്ധി തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി. അറിയില്ല എന്തായാ പറയില്ലേ? ആ ഞാൻ ആരെങ്കിലും കൈ കിട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു തിന്നാൻ കൊടുത്തോളൂ. അതാ പങ്കുച്ചിന്റെ മോൾ കൂടെ അങ്ങ് ഒറ്റ പാടുണ്ട്. പിന്നെ കുട്ടി കൊറേ അങ്ങ് നേരം ഒരുപാട് ആ പാട്ടിൽ അവിടെ കുട്ടിക്ക് മോണ്ടന്റെ ഇങ്ങനെ കുട്ടി ഓനെ സങ്കടം. ഓന്റെ കഴിക്കുന്നാണല്ലോ പോയത്. പൂച്ചന്റെ പണിയാണ്. ഇണങ്ങിങ്ങട് വന്നതാണ്. അപ്പഴേ ഞാൻ പറഞ്ഞു പുറത്തേക്ക് ഇറക്കല്ലേ ഞാൻ പറ്റേ. എന്നിട്ട് നമ്മള് പോകുമ്പോ ആ വണ്ടിയിൽ കയറ്റിങ്ങാണ്ട് സീറ്റിൽ എന്തായാലും പോയില്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞോട് തിന്നപ്പോഴേ അങ്ങനെ പിന്നെ കാട്ടികളെ കൊഞ്ചിച്ചതാണ്. ഇപ്പൊ കഴിച്ചു പോയി. ഇനി നമുക്ക് ചോറൊന്ന് ചൂടാറട്ടെ അല്ലേ? അപ്പത്തിന് നമ്മളെ കടലൊന്ന് വറുത്താണ്ട് സെറ്റ് ആവട്ടെ. പക്ഷെ പണികളൊക്കെ ഉണ്ട്. ചോറൊന്ന് ഇതായി കിട്ടട്ടെ. കടലെടുത്തമ്മ കടലെടുക്കാനായിട്ടില്ല. ചൂടത്ത് കടന്നോട്ടെ. ഇനി ഒരുപാട് ടൈം എടുക്കുവോ? അല്ല വെറുതെ തിന്നാലോ. എന്നാ ചോറെടുത്തോളി. മീനായില്ലേ? മീനായില്ലേ? എന്നാ നമ്മള് ചോറ് വളമ്പൽ ചടങ്ങിലേക്ക് കടക്കാണ് ഗൈസ്. മീനാക്കണം ഇവിടെ ഉണ്ട്. പൊരിച്ച് സെറ്റ് ആയിക്കണം. വാവ് ജാതി നല്ല രസമുണ്ട്. ഇനി അതൊന്ന് പള്ളിക്ക് എത്തി കിട്ടിയാൽ മതില്ല അമ്മ? പിന്നെ പള്ളിക്കൊക്കെ എന്താ വലിയ പണി? പള്ളിക്ക് എന്തൊരു പണിയാണ്. പണിയൊന്നുമില്ല. എന്നാലും ചോറ് അളമ്പുണ്ട്. ഉമ്മ അവിടെ ചോറ് അളമ്പുണ്ട്. ഉമ്മ അവിടെ മീനെടുക്കാൻ പാത്രം എടുക്കുന്നുണ്ട്. സെറ്റ് ആവട്ടെ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അത് മൊത്തം തരാണെന്നുണ്ടെങ്കിൽ ഞാൻ തിന്നു.
വണ്ടി തിന്നല്ലേ നീ എടുത്തു വരും നമ്മളെന്നെ ഉള്ളല്ലോ. പാത്രം എടുത്തില്ലേ? പ്ലേറ്റ് എടുത്തല്ലേ? ആര്? മോണ്ടനോ? ഓനൊക്കെ എന്തേലും തിന്നണോ? ഓൻ ചിലപ്പോ അവിടെ സുഖവാസാക്കിയാലോ. മന്തിക്ക് മന്തി, ഫ്രൈഡ് റൈസിന് ഫ്രൈഡ് റൈസ്. ആരാ പറഞ്ഞേ? ഓൻ പുറത്തേക്ക് കഴിഞ്ഞാൽ ഓന്റെ കയ്യിലല്ലോ ഒക്കെ. പിന്നെ ഓൻ എന്താ തിന്നായ്മ? ഈ പ്ലേറ്റ് എടുക്കി വേമ്പേരി. ആ ഇനിയിപ്പൊ ചൂറ്റാം. സാമ്പാർ എടുത്തോ? സാമ്പാറുണ്ട് ഗൈസ്, അത് എടുത്തോണ്ടിരിക്കാണ്. എടുത്തോട്ട് പേര് പാത്രം എടുത്തിട്ട് വരാന്നോ? ഇരിക്കൽ തുടങ്ങിക്കോളി ഓരോരുത്തര്. നമ്മമ്മ ഇരുന്നോളി, സടിയിൽ ഇരുന്നോളി. വെള്ളം വെള്ളം താക്കണോട് ജഗ്ഗിലുണ്ട്. ഇരിക്കും മമ്മ. ചോറ് എനിക്ക് ഇട്ടോളി, ചോറ് ഇട്ടോളി. റേഷൻ ചോറ്, റേഷൻ അരി. വേറെ ഏതോ അരിന്റെ അത്രക്ക് എത്തൂലല്ലേ മമ്മത്? വേറെ ഏതോ അരി തിന്നാല് ഈ ഒരു ടേസ്റ്റ് കിട്ടൂല അല്ലേ? പള്ളിക്ക് എത്തൂല. അമ്മ ഇരിക്കല്ലേ? ഇരിക്കി. ചോറ് വിളമ്പല്ലേ കഴിഞ്ഞു. ഇനി തലല്ലേ വാങ്ങാൻ കേട്ടോ. അതെ, എനിക്ക് തല. എനിക്ക് തല ഇഷ്ടാണ്. എനിക്ക് തല, അയിലത്തല ഭയങ്കര രസമാണ് ഗൈസ് കൂട്ടാന്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഉമ്മ അയില ആദ്യം എടുത്ത് തിന്നു. തല ആദ്യം എടുത്ത് തിന്നു. ഉമ്മ എങ്ങനെയുണ്ട് കൂട്ടിയിട്ട് എങ്ങനെയുണ്ട് നോക്കി. മീൻ പൊരിച്ചത് എങ്ങനെയുണ്ട് നോക്കി. സാമ്പാർ ഞാൻ വെച്ചോണ്ട് ഉമ്മ എടുക്കി. നിങ്ങൾ എടുക്കുക ആദ്യം. ഞാൻ തിന്നേ മതിയോ? സാമ്പാർ എത്ര മതി? അതെ എന്താ സാമ്പാർ ഇഷ്ടല്ല? കഷ്ണം തിന്നു. ഞാൻ കഷ്ണം തിന്നലുണ്ട്. കഷ്ണം ആരോഗ്യത്തിന് നല്ലതാണ് മമ്മ അല്ലേ? പോഷകാഹാരല്ലേ? മീൻ എടുത്തില്ല അമ്മ? എന്നാ കഴിച്ചോക്ക്. കഴിച്ചിട്ട് എന്താ അവസ്ഥ നോക്കി. മമ്മ എന്താ അവസ്ഥ? ചോർന്നിട്ട് അടിപൊളി തന്നെയാണല്ലേ? മമ്മ ഉണ്ടാക്കിയ മീനെ കൊണ്ടൊന്നും പറയാല്ലേ? രസമുണ്ടോ? രസമുണ്ട്, അടിപൊളിയാണല്ലേ? ഉമ്മാക്കോ? അടിപൊളിയാ. അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ വെച്ചാണ്ട് നമ്മള് വൈൻഡപ്പ് ആക്കാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതിൽ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. മോണ്ടന അവിടെയാണ്. മോണ്ടന അവിടെ എന്താണോ തിന്നണേ? ഓ മന്തി കഴിക്കലും തിന്നണേ? തിന്നാ മതിയാന്ന് അമ്മ പറയണേ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. എങ്ങനെ തിന്നണ കാര്യത്തിന് വലിയ മടിയാണ് മോണ്ടനോ? ഇവിടുന്നൊക്കെ ഏമിച്ച് കൊടുക്കണം. ആരാണ് അവിടെ നോക്കുമ്പോ തിന്നു. ഓന്റെ കാര്യം നോക്കുമ്പോ എനിക്ക് നല്ലോണം അറിയാം. നിങ്ങള് പറയണ വായിക്കൊന്നല്ലേ? അതെ അതെ അതെ. വയനാട് വന്നിട്ട് മംഗലാപുരം പോയിട്ട് ഇത് തിന്ന് പച്ചറിയാം. ഞാൻ തിന്നിട്ടില്ല. ഞാൻ തിന്നിട്ടില്ല. പക്ഷെ എന്റെ മൈൻഡിൽ ഞാൻ ഫുഡ് നല്ല കഴിച്ചീനി. ഞാൻ തിന്നാ. എന്നാ അമ്മ വൈൻഡപ്പ് ചെയ്തിരുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും പറഞ്ഞാല്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പൊ ഓക്കെ ബൈ ഗൈസ്.